KPCC പരാതി വന്നിട്ടുണ്ട്. KPCC ഉചിതമായ നടപടി സ്വീകരിക്കും. KPCC അതിന് നടപടി സ്വീകരിക്കാൻ അധികാരം ഒരു MLA ആയിരുന്ന ആളായതുകൊണ്ട് KPCC ആണ് അത് 100% ഉചിതമായി നടപടി സ്വീകരിക്കും. ഇത്തരം സാഹചര്യത്തിൽ MLA സ്ഥാനത്ത് തുടരുന്നതിലൊരു അതെന്തോട്ടെ എങ്ങനെയാണെങ്കിലും അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കും. രാഹുലിന്റെ രാജി ചോദിച്ചു വാങ്ങണ്ടേ? അത് എങ്ങനെയാണോ അത് എന്തായാലും നമ്മുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മറ്റു മുതിർന്ന നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ആലോചിച്ച് ഇന്ന് 2 ദിവസത്തിനുള്ളിൽ 100% ചോദിച്ചാൽ പറയും. എന്റെ ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ എന്റെ അഭിപ്രായം പറയും. പക്ഷേ ചോദിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതുണ്ടോ? DCC പ്രസിഡന്റിന് കൃത്യമായ അഭിപ്രായം പറയേണ്ട ഒരു സാഹചര്യം എത്തിയിട്ടില്ലേ ഇനിയും? ഇല്ല, അഭിപ്രായം പറയേണ്ടതില്ല. അത് ഞങ്ങളെല്ലാം പാർട്ടിയുടെ അകത്ത് നിൽക്കുന്ന ആളുകളല്ലേ, അത് അകത്തല്ലേ സംസാരിക്കേണ്ടത്, പുറത്ത് സംസാരിക്കേണ്ട കാര്യമല്ലോ. അത് എങ്ങനെയാന്നുള്ളത് സംസാരിക്കേണ്ട സമയത്ത് അത് ഒന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പറയും വന്നുകൊണ്ടിരിക്കും. ഇത്ര കാലം ഉണ്ടായിരുന്നില്ലല്ലോ പരാതി, ഇപ്പോഴല്ലേ വന്നത്. അപ്പോൾ എന്തായാലും പരാതി KPCC കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഗൗരവത്തോടെ തന്നെ ആരുടെയാലും അത് ഉൾക്കൊണ്ട് ഒരാൾ പരാതി തന്നാൽ അത് പാർട്ടി ഗൗരവത്തിൽ തന്നെ എടുക്കും. അത് എങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയും മുന്നണിയും ഒക്കെ തന്നെ ഇത്രയും പ്രതിസന്ധിയിലാക്കിയിട്ട് പോലും അയാളുടെ MLA സ്ഥാനം രാജിവെപ്പിക്കാനോ ഇല്ലെങ്കിൽ അയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് നടപടിയിൽ പുറത്താക്കാൻ ഒന്നിനും വരും. കാത്തിരുന്ന് കാണാം. എന്തായാലും ദിവസങ്ങളുണ്ടല്ലോ, വരും. ഇന്നലെ അല്ലേ കിട്ടിയത്, പരാതി കിട്ടിയത് ഇന്നലെയാണല്ലോ. വന്ന് നാളെ ആയിട്ട് പരിപാടി. ഇതൊക്കെ സത്യത്തിൽ രാഷ്ട്രീയ ഇത് വ്യക്തിപരമായിട്ടുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കേസാണിത്. ഇത് പാർട്ടി അല്ലത്. പക്ഷെ പാർട്ടിക്കാരനായി പോയത് കൊണ്ടാണ് നമ്മൾ ഇടപെടുന്നത്. അതെ, അതുകൊണ്ട് ഇത് ഈ സംഭവങ്ങൾ നിങ്ങൾ ഓർത്ത് നോക്കൂ. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അദ്ദേഹം ഒരാളെ ലവ് ചെയ്തു, അല്ലെങ്കിൽ പോയി, അല്ലെങ്കിൽ സ്നേഹിച്ചു, ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് പാർട്ടിയുടെ ആളായത് കൊണ്ടാണ് ഇത് ക്ലിപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി നൽകിയ അധികാരവും സ്വാധീനങ്ങളും അയാൾ ഉപയോഗിച്ചു. എവിടെ സ്വാധീനം? സ്നേഹിക്കുന്നതിൽ സ്വാധീനം ഉപയോഗിച്ചിട്ട് രണ്ടുപേരും കൂടി. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ പരാതി ഉള്ളത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഗൗരവം കാണും, അത് നടപടി ഉണ്ടാവും. ഇല്ല, ഞങ്ങൾ സത്യത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഞങ്ങൾ സാധാരണക്കാരുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇതിലാണ്. എല്ലാവരും ആ ശ്രദ്ധയിലാണ്. അത് അവനവന്റെ വാർഡ് ജയിക്കാൻ, അവനവന്റെ പഞ്ചായത്ത് കിട്ടാനുള്ള വെഗ്രിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇതിലാണ്. അതാ സത്യം. അത് നിങ്ങൾ എൻ്റെ അടുത്ത് ആവർത്തി പറഞ്ഞു. അയാൾ ഇറങ്ങിയിട്ടില്ല. അയാളിന്റെ വഴിയിൽ പോകുമ്പോൾ ആരെങ്കിലും വിളിച്ചു പോയി എന്നല്ലാതെ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടൊരു തീരുമാനം അദ്ദേഹത്തിന് ഇറക്കുക അല്ലെങ്കിൽ ഇറങ്ങി പോകുകയൊന്നും ചെയ്തിട്ടില്ല. ആദ്യഘട്ടത്തിലൊക്കെ അദ്ദേഹത്തോട് ഇറങ്ങരുതെന്ന് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ താങ്കൾ ഉൾപ്പെടെ ആളുകൾ പറഞ്ഞിരുന്നു, നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹം വീണ്ടും ഇറങ്ങിയത് വലിയൊരു പ്രതിസന്ധി. ഇല്ല, ഞങ്ങളാരും അദ്ദേഹത്തിന് ഇറങ്ങണ്ടെന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം സ്വയം ഒരു കാര്യമുണ്ട്, അദ്ദേഹം ഞങ്ങൾ ബന്ധപ്പെട്ടില്ല. കാരണം പാർട്ടിയിൽ നിന്ന് പുറത്തായതിനു ശേഷം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ കമ്മിയാണ്. മാറ്റി നിർത്തുകയായിരുന്നെങ്കിൽ ഇത്രയും പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്നു. ആദ്യം ഘട്ടത്തിൽ മാറ്റി നിർത്തിക്കാണല്ലോ. എപ്പോഴും മാറ്റി നിർത്തിക്കല്ലേ, ആദ്യം മാറ്റി നിർത്തിയാണ്. കോൺഗ്രസിലെ മാറ്റി നിർത്തൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള ഒരു പരിപാടിയല്ലാണല്ലോ. കാരണം മറ്റു യോഗങ്ങളൊന്നും ഇല്ല, പങ്കെടുക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ. ബാക്കി പ്രചരണത്തിൽ ഇറങ്ങുന്നുണ്ട്, പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ. നിങ്ങൾക്ക് അതല്ല, അങ്ങനെ ഒരു പ്രചരണത്തിന് അദ്ദേഹം ഇറങ്ങിയിട്ടില്ല. സത്യത്തിൽ നിങ്ങളൊരു പരിപാടി കണ്ട ഒരാളുകളിൽ പാർട്ടി പോലത്തെ അദ്ദേഹത്തിന് വേണ്ടി അധ്വാനിച്ചവരെ കാണുമ്പോൾ അദ്ദേഹം കയറി ഷൈക്കൻഡ് കൊടുത്തു, സംസാരിച്ചു, സ്വാഭാവികമല്ലേ. അതല്ലാതെ പാർട്ടിയുടെ നിയോഗിച്ചിട്ടില്ല, പ്രചരണത്തിന് നിയോഗിച്ചിട്ടില്ല, ആൾ അങ്ങനെ പങ്കെടുത്തിട്ടില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിന് പോകുമ്പോൾ അത് തടയാൻ പോലും പാർട്ടിക്ക് കഴിയുന്നില്ല. ഇല്ല, എവിടെ ഔദ്യോഗികമായിട്ട് എവിടെയും പ്രചരണത്തിന് പോയിട്ടില്ല. വഴി കണ്ടുമുക്ക അല്ല, അങ്ങനെയല്ല. ആർക്ക് വേണ്ടിയാണ്? കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ടാണ്. അയാൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പോലും ഈ കാര്യം ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. നിങ്ങളുടെ വലിയൊരു പരാജയമല്ലേ കോൺഗ്രസിന്റെ? അങ്ങനെ ആരും അദ്ദേഹത്തിനെ ഒഫീഷ്യലായി വിളിച്ചിട്ട് ഒരു പരിപാടി പങ്കെടുപ്പിച്ചിട്ടില്ല. അത് കേറി അദ്ദേഹം പോകുമ്പോ നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു കല്യാണത്തിന് ഞാൻ ഇവിടുന്ന് കല്യാണത്തിന് അദ്ദേഹത്തെ കണ്ടുപിടിച്ചു ഷൈക്കിന്റെ കൊടുക്കണ്ടേ, അത്രേ ഉള്ളൂ. അല്ല, പാർട്ടി പരിപാടി പങ്കെടുത്തില്ല, ഒഫീഷ്യലായിട്ട് എവിടെയും പങ്കെടുത്തില്ല. പാർട്ടി മാറ്റി നിർത്തിയ ഒരാളെ പാർട്ടിയുടെ സംവിധാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികളെ പ്രചാരണങ്ങൾ നടക്കും പൂർണ്ണമായി മാറ്റി നിർത്തിയിട്ടുണ്ട്. ആര് പറഞ്ഞു? പാർട്ടി കരഞ്ഞിട്ടുണ്ട്, മാറി നിർത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരാളെ കണ്ടാൽ
മിണ്ടരുത്, ഇതിൽ കല്യാണത്തെ വിളിക്കരുത്, അങ്ങനെയൊന്നും നിർദ്ദേശം കൊടുക്കാനുള്ള പാർട്ടിയല്ല കോൺഗ്രസ്. ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. പാർട്ടി നടപടി എടുത്തിട്ടുണ്ട്, വെളിയിലാക്കിയിട്ടുണ്ട്. ഇനി ഈ പരാതിൻ്റെ പേരിൽ നടപടി ഉണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.